ഏറെ സാധ്യതകളുള്ളതും ദീർഘനാളുകളായി പ്രഖ്യാപിക്കപ്പെട്ടതുമായ പൊന്മുടി ബ്രൈമൂർ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കാത്തതിൽ ചർച്ചകൾ ഉയരുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സംസ്ഥാനത്ത് ശബരിമല, മൂന്നാർ, വയനാട് എന്നിവിടങ്ങളിൽ റോപ്പ് വേ പദ്ധതികൾ ആരംഭിക്കുന്നതിന് കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന പൊന്മുടി ബ്രൈമൂർ റോപ്പ് വേ പദ്ധതി വീണ്ടും ചർച്ചയാവുകയാണ്. 2017 മുതൽ വാഗ്ദാനങ്ങളിലും ബജറ്റ് പ്രഖ്യാപനങ്ങളിലും ഇടം പിടിച്ച ഈ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശബരിമല, മൂന്നാർ, വയനാട് എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കാൻ തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിക്കുകയുണ്ടായി. ഇതോടെയാണ് തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയെയും ബ്രൈമൂറിനെയും ബന്ധിപ്പിക്കുന്ന റോപ്പ് വേ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി വീണ്ടും ചർച്ചകളിൽ ഇടം നേടിയത്. 2016 LDF തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു പൊന്മുടി ബ്രൈമൂർ റോപ്പ് വേ പദ്ധതി. 2017 അന്നത്തെ MLA ആയിരുന്ന DK മുരളി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സാങ്കേതിക സാധ്യതാ പഠനത്തിന് തുക അനുവദിക്കുമെന്ന് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രാഥമിക സാധ്യതാ പഠനങ്ങൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി മുന്നോട്ടു പോയില്ല. വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നതാണ് വസ്തുത. 2024-2025 സംസ്ഥാന ബജറ്റിൽ റോപ്പ് വേ പദ്ധതിയുടെ വിശദ പഠനത്തിനായി 50 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. എന്നാൽ ഒരു പ്രാഥമിക യോഗം നടന്നു എന്നല്ലാതെ പഠനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. ഇതോടൊപ്പം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൊന്മുടി ബ്രൈമൂർ കാനനപാത പദ്ധതിയും നിലച്ച അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ പർവ്വതമാല പരിയോജന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ വിവിധ റോപ്പ് വേ സാധ്യതകൾ പരിശോധിച്ചപ്പോൾ പൊന്മുടി ബ്രൈമൂർ പാതയും പഠന വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ അതേ പദ്ധതിയുടെ ഭാഗമായാണ് ശബരിമല, മൂന്നാർ, വയനാട് റോപ്പ് വേകൾക്ക് തത്വത്തിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൊന്മുടി പദ്ധതിക്ക് മാത്രം എന്തുകൊണ്ട് അനുമതി ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി അടിയന്തര ചർച്ച നടത്തി ഈ പദ്ധതി വീണ്ടും സജീവമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ടൂറിസം മേഖലയുടെയും ആവശ്യം. പൊന്മുടിയും ബ്രൈമൂറും ഇന്ന് റോഡ് മാർഗം ബന്ധിപ്പിക്കപ്പെടുന്നത് 50 കിലോമീറ്ററിലധികം ദൂരത്തിലൂടെയാണ്. പൊന്മുടിയിൽ നിന്ന് വിതുരയിലേക്കും അവിടെ നിന്ന് പെരിങ്ങമല വഴിയും സഞ്ചരിച്ചാലേ ബ്രൈമൂറിലെത്താനാകൂ. എന്നാൽ ട്രെക്കിംഗ് പാത കണക്കാക്കിയാൽ ഇരു കേന്ദ്രങ്ങളും തമ്മിലുള്ള അകലം 20 കിലോമീറ്ററിൽ താഴെയാണ്. റോപ്പ് വേയോ കാനനപാതയോ യാഥാർത്ഥ്യമായാൽ നിലവിലെ യാത്രാ ദൂരം ഗണ്യമായി കുറയുകയും യാത്രാസമയം ലാഭിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം പൊന്മുടി ബ്രൈമൂർ മേഖലകളെ ഒരൊറ്റ വിനോദസഞ്ചാര സർക്യൂട്ടായി വികസിപ്പിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ പ്രധാന ഹിൽ സ്റ്റേഷനായ പൊന്മുടിയെയും ചരിത്രവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ ബ്രൈമൂറിനെയും ബന്ധിപ്പിക്കുന്ന റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാന ടൂറിസത്തിന് വലിയ മുന്നേറ്റമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ശബരിമല, മൂന്നാർ, വയനാട് റോപ്പ് വേ പദ്ധതികൾ മുന്നേറുന്ന സാഹചര്യത്തിൽ വർഷങ്ങളായി പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന പൊന്മുടി ബ്രൈമൂർ റോപ്പ് വേ പദ്ധതിക്ക് ഇനി ജീവൻ വെക്കുമോ എന്നാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.